വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 17 പൗലോസിന്റെയും ശീലാസിന്റെയും തെസലോണിക്ക, ബെറോയ, ഏഥൻസ്, അരയോപാഗസ് എന്നിവിടങ്ങളിലുള്ള മിഷൻ യാത്രയിലെ അനുഭവങ്ങൾ വിവരിക്കുന്നു. അവർക്ക് അവിടെയെല്ലാം സ്വീകരണങ്ങളും അതോടൊപ്പം എതിർപ്പുകളും നേരിടേണ്ടി വന്നു. വിശ്വാസം ഉറപ്പിക്കാൻ ദൈവവചനം ശ്രദ്ധാപൂർവം പഠിക്കണം. ജാതി, സംസ്കാരം, അറിവ് എന്നിവയെ മറികടന്ന് ദൈവം എല്ലാവർക്കും വെളിപ്പെടുന്നു. മനുഷ്യന്റെ ജീവനും നിലനിൽപ്പും ദൈവത്തിൽ നിന്നാണ് എന്നീ സന്ദേശങ്ങൾ ഈ അധ്യായത്തിൽ കാണാം. പൗലോസ് തെസലോനിക്കയിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രസംഗിച്ചു. ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു. 17 അധ്യായം 3 തിരുവചനം. ചിലർ വിശ്വസിച്ചു, എന്നാൽ യഹൂദന്മാരിൽ ചിലർ കലഹമുണ്ടാക്കി. ബെറോയയിലെ സിനഗോഗിലും അവർ പ്രസംഗിച്ചു. ഇവർ അതീവ താൽപര്യത്തോടെ വചനം സ്വീകരിച്ചു. ഇവിടെയും തെസലോനിക്കക്കാരായ യഹൂദർ ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു. പൗലോസ് ഏഥൻസിലെത്തിയപ്പോൾ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. അരയോപാഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു: ഏഥൻസ് നിവാസികളെ, നിങ്ങളുടെ അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. എന്തെന്നാൽ ആ ദൈവ ചൈതന്യത്താൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ്. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ശക്തമായൊരു സന്ദേശമായിരുന്നെങ്കിലും കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ പലരും പൗലോസിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.